2002 ഈ കോളേജ് തുടങ്ങിയത്. ഈ കഴിഞ്ഞ 22 വർഷത്തിനിടയിൽ ഈ കോളേജിലുള്ള മാനേജ്മെൻറ്റിനും അധ്യാപകർക്കും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഒത്തിരിയേറെ വിഷമവും അതോടൊപ്പം തന്നെ മാനസിക സംഘർഷവും എന്തെന്നില്ലാത്ത ട്രൗമയും ഉണ്ടാക്കിയ ഈ മോർഫിംഗ് സംഭവം കുട്ടികൾ മനസ്സിലാക്കിയത് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരം ആയിരുന്നു. അത് വളരെ യാദൃച്ഛികമായി BSW 3-ാം വർഷ കുട്ടികളിൽ 2 പെൺകുട്ടികൾ, അവർ സ്ഥിരമായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മുഹമ്മദ് ഷാൻ്റെ മൊബൈൽ ഫോണിൽ നിന്നും മുമ്പെടുത്ത ഫോട്ടോ അവിടെ മൊബൈലിലേക്ക് ഷെയർ ചെയ്യുവാനായിട്ട് അവൻ്റെ കൈവശം ഉണ്ടായിരുന്ന മൊബൈൽ വാങ്ങിച്ച് പരിശോധിക്കുന്നതിനിടയിലാണ് കുട്ടികളുടെ മോർഫ് ചെയ്യപ്പെട്ട ഫോട്ടോഗ്രാഫ് 2 പെൺകുട്ടികൾ കണ്ടത്. അത് ഷോക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ആ കുട്ടികൾ വിവേചനത്തോടെ ഇത് കൃത്യമായിട്ട് പിടിക്കപ്പെടണം, അതുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ ഇവനെ പെടുത്തണം എന്ന ദൃഢനിശ്ചയത്തോടുകൂടി വൈകാരികമായി പ്രതികരിക്കാതെ അവർ ആലോചിച്ച് വിവേകത്തോടെ ജാഗ്രതയോടെ ബുധനാഴ്ച രാവിലെ 9:45 അവരുടെ ക്ലാസ് ടീച്ചറായിട്ടുള്ള ശ്രീഷ്മ മിസ്സിൻ്റെ അടുത്ത് വന്ന് ഈ വിഷമം, അവരുടെ ട്രൗമ അവർ പങ്കുവച്ചു. ശ്രീഷ്മ മിസ്സ് 1-ാമത്തെ അവറിൽ 9:45 മുതലുള്ള ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഈ കുട്ടിയുടെ മൊബൈൽ പിടിച്ചെടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് തന്ത്രപൂർവ്വം നയപൂർവ്വം കാത്തിരിക്കുകയായിരുന്നു. കോളേജിൽ മൊബൈൽ ഫോൺ അനുവദനീയമല്ല. ആരെങ്കിലും ക്ലാസ്സിൻ്റെ സമയത്ത് മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ അധ്യാപകർക്ക് അത് പിടിച്ചെടുക്കാനായിട്ടുള്ള അധികാരമുണ്ട്. അത് ഈ മുഹമ്മദ് ഷാൻ എന്ന പയ്യൻ അവൻ ചെയ്യേണ്ടിയിരുന്ന അസൈൻമെൻറ്റ് പൂർത്തീകരിക്കുവാനായിട്ട് പറ്റാത്തതിനാൽ പെട്ടെന്ന് മൊബൈൽ ക്ലാസ് എടുക്കുന്നതിനിടയിൽ എടുത്ത് പരിശോധിക്കുന്നത് കണ്ട ശ്രീഷ്മ മിസ്സ് അവൻ്റെ പക്കൽ നിന്ന് ഈ മൊബൈൽ പിടിച്ചെടുത്തു. തുടർന്നും ശ്രീഷ്മ മിസ്സ് വിവേകത്തോടെ, വിവേചനത്തോടെ, ദീർഘവീക്ഷണത്തോടെ ഷാനിന് ഈ ഫോട്ടോയിലുള്ള മോർഫ്ഡ് ചിത്രങ്ങൾ സഹപാഠികൾ കണ്ടു എന്ന് അറിയത്തില്ല എന്ന കാര്യം അറിയാവുന്നതുകൊണ്ട് വീണ്ടും മിസ്സ് തന്ത്രപൂർവ്വം ക്ലാസ്സിൽ നിന്നിറങ്ങി ഈ മൊബൈൽ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഇതേ ക്ലാസ്സിലുള്ള 2 പെൺകുട്ടികളെ സ്റ്റാഫ് റൂമിൽ വിളിപ്പിച്ച് വരുത്തിയിട്ട് അവൻ്റെ ഫോൺ പരിശോധിച്ചു. ഇവർ പരസ്പരം കൈമാറുന്ന മൊബൈൽ ഫോണുകളാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ മൊബൈൽ ഫോണിൻ്റെയും പാസ്കോഡ് അറിയാം. പരിശോധിച്ചപ്പോൾ വളരെ ഷോക്കിംഗ് ആയിട്ട് അവരുടെ ക്ലാസ്സിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെയും അവരെ മുൻ വർഷങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപികമാരുടെയും അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും പഠിച്ചു പോയിട്ടുള്ള പെൺകുട്ടികളുടെയും ഒക്കെ ഫോട്ടോഗ്രാഫ്സ് സിംഗിളായിട്ടും ഗ്രൂപ്പായിട്ടും മോർഫ് ചെയ്തിട്ടുള്ള വിചിത്രമായിട്ടുള്ള ദൃശ്യങ്ങളാണ് മൊബൈലിലൂടെ അവർ കണ്ടത്. ഉടൻ തന്നെ അവർ ടീച്ചറും ഈ 2 പെൺകുട്ടികളും സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവിയായ ഫാദർ ജോയി ഉള്ളാട്ടനെ കണ്ടു. ഇത് വളരെ ഗൗരവമായിട്ടൊരു പ്രശ്നമായതുകൊണ്ട് പോലീസിൽ പരാതി കൊടുക്കേണ്ട ഒരു സീരിയസ്നെസ് ഈ അനിഷ്ട സംഭവത്തിന് ഉള്ളതുകൊണ്ട് ഉടൻ തന്നെ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയി പരാതിപ്പെടുവാനായിട്ടാണ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യപ്പെട്ടത്. അതിൻ്റെ ഭാഗമായിട്ട് ശ്രീഷ്മ മിസ്സും 2 വിദ്യാർത്ഥിനികളും
എൻ്റെ ഓഫീസിൽ വന്ന് ഈ വിഷയം സംസാരിച്ചു. മൊബൈൽ ഫോൺ എനിക്ക് കൈമാറി. ഞാൻ മൊബൈൽ ഫോൺ അശ്ലീല ചിത്രങ്ങൾ നിറഞ്ഞ ഒരു മൊബൈലായതുകൊണ്ട് ഞാൻ അത് എൻ്റെ മേശയിലെ ഡ്രോയിൽ വെച്ചു. അവരുമായിട്ട് സംസാരിച്ച് വിശദാംശങ്ങൾ കേട്ടതിന് ശേഷം അവരോട് ഞാൻ ഔദ്യോഗികമായിട്ട് ഒരു പരാതി പ്രിൻസിപ്പളിന് കൈമാറുവാനായിട്ട് ആവശ്യപ്പെട്ടു. തുടർന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇവർ നിൽക്കുന്ന സമയത്ത് തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഇവിടെ അടുത്തുള്ള കോട്ടഗിരി പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള ബിനോയ് സാറിനെ വിളിച്ച് സംസാരിച്ചു. സാറേ, ഇങ്ങനെ ഒരു മോർഫിംഗ് കേസ് വന്നിട്ടുണ്ട്, ഞാൻ പ്രിൻസിപ്പൽ നിലയിൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ സാറിനോട് പറഞ്ഞത്, ആദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാർത്ഥിയെ പേഴ്സണലായിട്ട് കണ്ട് ഈ മോർഫ് ചെയ്യപ്പെട്ടിട്ടുള്ള ചിത്രങ്ങൾ ആരുടെയെങ്കിലും സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. കൂടുതൽ വിശദാംശങ്ങൾ ഫാദർ ചോദിച്ചറിഞ്ഞതിന് ശേഷം എന്നെ വിളിക്കുക, ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറയാം എന്ന് ആണ് പ്രതികരിച്ച് പറഞ്ഞിട്ടുള്ളത്. തുടർന്ന് ഞാൻ മുഹമ്മദ് ഷാനെ എൻ്റെ ഓഫീസിൽ വെച്ച് പേഴ്സണലായിട്ട് സംസാരിച്ച് അവൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ചകൾ എന്താണെന്ന് തുറന്നു പറയുവാനായിട്ട് ആവശ്യപ്പെട്ടു. അവൻ ന്യായീകരണമില്ലാതെ കുറ്റം സമ്മതിച്ചുകൊണ്ട് തന്നിട്ടുള്ള വിശദീകരണം ഇതാണ്: ഞാൻ മോർഫ് ചെയ്തിട്ടുണ്ട്, സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സർക്കുലേഷൻ 4 പേരിലിടയിൽ മാത്രമാണ്, സഹപാഠികളായിട്ടുള്ള 4 പേർ, പ്രതികളായിട്ട് ആരോപിക്കപ്പെട്ടിട്ടുള്ള 4 പേർ. പക്ഷേ ഈ മോർഫിങ് പഠിപ്പിച്ചത് ഇതേ ക്ലാസ്സിലുള്ള ഷാരോൺ രാജേഷ് ആണെന്നും എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ മൊബൈൽ ഫോൺ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അത് പരിശോധിച്ചില്ല. കുട്ടിയെ ഞാൻ ഇത് അവനെ പുറത്തേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ, അവൻ കുട്ടികളുടെ ഇടയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനെ തല്ലും, അവനെ മർദ്ദിക്കപ്പെടുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് അവനെ സംരക്ഷിച്ചുകൊണ്ട് ഞാൻ ഓഫീസിലേക്ക്, തൊട്ടിപ്പുറത്തുള്ള ഓഫീസിലേക്ക് മാറ്റിയിരുത്തുകയാണ് ചെയ്തത്. രണ്ടാമതായിട്ട് ഞാൻ ചോദ്യം ചെയ്തത് ഇവനെ പഠിപ്പിച്ചു കൊടുത്ത പയ്യൻ ഷാരോൺ രാജേഷ്. അവൻ കുറ്റസമ്മതം നടത്തി. അവൻ പറഞ്ഞത്, ഞാൻ ആണ് ഇവനെ പഠിപ്പിച്ചത്. എയിലുള്ള ബോട്ട്, ഈ മോർഫിംഗ് ആപ്പ് ഞാൻ തന്നെയാണ് ഇവന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. കുറേ ഫോട്ടോഗ്രാഫ്സ് അങ്ങനെ മോർഫ് ചെയ്തിട്ടുണ്ട് എന്ന്. അവൻ്റെ ഈ മൊബൈൽ കോൺഫിസ്കേറ്റ് ചെയ്തു. പക്ഷെ അവൻ പറഞ്ഞത് അവൻ്റെ മൊബൈലുള്ളതെല്ലാം അവൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അവൻ്റെ മൊബൈൽ ഇവിടെ IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറായിട്ടുള്ള സ്റ്റാഫുമായിട്ടൊക്കെ നോക്കിയിട്ട് പരിശോധിച്ചിട്ട് മൊബൈൽ ഇവിടെ തന്നെ ഞാൻ കോൺഫിസ്കേറ്റ് ചെയ്ത് വെച്ചു. അവനെയും പുറത്തു വിടാതെ ഞാൻ ഓഫീസിൽ സംരക്ഷിച്ചു. മൂന്നാമത്തെ കുട്ടി അഖിൽ ചാക്കോയാണ്. അവൻ ആദ്യം അവനുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവൻ നിരപരാധിയാണെന്നും അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല എന്നുമാണ് അവൻ അവകാശപ്പെട്ടത്. ഫോട്ടോയ്ക്ക് ചോദിച്ചിട്ടില്ല, ഫോട്ടോ കണ്ടിട്ടില്ല, അതുപോലെ തന്നെ അയച്ച് തന്നിട്ടില്ല എന്ന് അവൻ ഉറപ്പിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ മറ്റ് 2 ആരോപണവിധേയരായിട്ടുള്ള 2 പേരെയും ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ട് അവിടെ മുമ്പിൽ വെച്ച് ചോദ്യം ചെയ്തപ്പോൾ അവൻ സമ്മതിച്ചു, ഫോട്ടോയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അയച്ചു കിട്ടിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇവർ 3 പേരും പറഞ്ഞത് വേറെ ആർക്കും സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. 4മതൊരാൾ കൂടിയുണ്ട്, അമൽ കുര്യാക്കോസ്. അമൽ കുര്യാക്കോസ് അന്ന് ഇവിടെ ആബ്സെൻ്റ് ആയിരുന്നു. അവൻ വീട്ടിൽ ആണ്. അവനെ അതിനുശേഷം ഞാൻ ഇവിടെ കോളേജിൽ വിളിച്ചു വരുത്തി. ഈ വിശദീകരണം കിട്ടിയതിന് ശേഷം ഞാൻ ശ്രീഷ്മ മിസ്സിനെയും ഈ വിദ്യാർത്ഥിനികളുടെ പ്രതിനിധികളെയും വിളിച്ചു വരുത്തി അവരുടെ ഔദ്യോഗികമായിട്ടുള്ള പരാതി അവരോട് കൈമാറുവാനായിട്ട് ആവശ്യപ്പെട്ടു. എന്നിട്ട് ഞാൻ വീണ്ടും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സർക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള ബിനോയ് സാറിനെ വിളിച്ചു.
ബിനോയ് സാറിനോട് ഈ വിശദാംശങ്ങളൊക്കെ കൈമാറിയതിന് ശേഷം ഞാൻ പറഞ്ഞു, ഈ 3 കുട്ടികളെയും ഞാൻ ഡോൺ ബോസ്കോയുടെ വണ്ടിയിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ അവിടെ മൊബൈലുമായിട്ട് ഹാജരാക്കുകയാണ്. ഒപ്പം ഈ മൊബൈൽ ഫോൺ പരിശോധിച്ച് ഈ ദൃശ്യങ്ങൾ കണ്ട മിസ്സിനെയും, ശ്രീഷ്മ മിസ്സിനെയും 2 പെൺകുട്ടികളെയും വണ്ടിയിൽ ഒപ്പം വിടുന്നുണ്ട്. പിന്നെ അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിപ്പിക്കുന്ന മറ്റൊരു സാറിനെയും, വൈശാഖ് സാറിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിടുകയാണ്. മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് നിയമ നടപടിയാണോ തുടർന്നെടുക്കേണ്ടത് അത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രിൻസിപ്പളിൻ്റെ ഔദ്യോഗിക പരാതിയും ഞാൻ ഇതിനോടൊപ്പം അയക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ വണ്ടിയിൽ സ്റ്റേഷനിലേക്ക് അയക്കുകയും പിന്നീട് ഈ മൊബൈൽ ഫോൺ പരിശോധിച്ചതിന് ശേഷം എപ്പോഴാണോ ഞാൻ വരേണ്ടത് അപ്പോൾ വിളിച്ചാൽ മതി, ഞാൻ പോലീസ് സ്റ്റേഷനിൽ വരാം എന്ന് പറഞ്ഞിട്ടാണ് കുട്ടികളെയും അധ്യാപകരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടത്. തുടർന്ന് 2 മണിയായപ്പോൾ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 11 മണിക്ക്. ഈ കുട്ടികളെ ഓരോരുത്തരെയും പേഴ്സണലായിട്ട് ചോദ്യം ചെയ്തതിന് ശേഷം മൊബൈൽ ഫോൺ കോൺഫിസ്കേറ്റ് ചെയ്ത് തുടർന്നുള്ള ഈ ലെറ്റർ തയ്യാറാക്കി ഇതെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ സമയം 1:45. വണ്ടിയിൽ ഇവിടുന്ന് പോയി 2 മണിയായപ്പോൾ പോലീസ് സ്റ്റേഷനിൽ 11 മണിക്ക് തുടങ്ങി 2 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ ഈ 3 പേരെയും ഹാജരാക്കി. അമൽ കുര്യാക്കോസ് എന്ന് പറയുന്ന 4ാമത്തെ പയ്യൻ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഓഫീസിൽ വന്നു. അവൻ്റെ മൊബൈൽ പരിശോധിച്ചു. അതിൻ്റെ അകത്തൊന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. അവൻ മൊബൈൽ പരിശോധിച്ച സമയത്ത് ഒന്നും കാണാത്തതുകൊണ്ട് ആരോപണങ്ങളെല്ലാം അവൻ നിഷേധിക്കുകയാണ് ചെയ്തത്. എന്നിട്ടും ഞാൻ അവനോട് പറഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ പോകണം, അവിടെ നിന്നെ ചോദ്യം ചെയ്യും, അത് കഴിഞ്ഞിട്ട് തുടർ നടപടി എന്താണോ അതിനനുസരിച്ച് പോകേണ്ടി വരും. ഏകദേശം 3:30 ആയപ്പോൾ എന്നെ സർക്കിൾ ഇൻസ്പെക്ടർ വിളിച്ചു. സാർ പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. ഞാൻ ചെന്നു. അവിടെ വെച്ച് ഈ മൊബൈൽ പരിശോധന വിദഗ്ധരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയതിന് ശേഷം ഈ കേസ് അതിൻ്റെ അർഹിക്കുന്ന രീതിയിലുള്ള ഗൗരവത്തോടു കൂടിയിട്ട് കോടതിയിൽ പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ പരാതി കൊടുത്തുകൊണ്ട് കാര്യമില്ല. കാരണം പ്രിൻസിപ്പലിന് ഇതിന് ഇൻഫർമേഷൻ കിട്ടി, അത് പോലീസിന് കൈമാറി. ഇനി മൊഴി കൊടുക്കുവാനായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഇരകൾ അല്ലെങ്കിൽ സർവൈവേഴ്സ് അല്ലെങ്കിൽ അതിജീവിതർ തയ്യാറാവണം. അതിന് അവിടെ ഉണ്ടായിരുന്ന 2 പെൺകുട്ടികളും അതോടൊപ്പം തന്നെ ടീച്ചറും അത് ഒരു പോലീസ് കേസാക്കി മുന്നോട്ട് പോകാനായിട്ടും മൊഴി കൊടുക്കുവാനായിട്ടും അവിടെ മാതാപിതാക്കളുടെ അറിവും സമ്മതവും ആവശ്യമായതിനാൽ സർക്കിൾ ഇൻസ്പെക്ടർ ആ കേസിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞത്, നിങ്ങൾ ആദ്യം പേരൻസുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് മൊഴി കൊടുക്കാനായിട്ടും അതോടൊപ്പം തന്നെ പരാതി പ്രിൻസിപ്പലിനപ്പുറത്ത് ഇരകളായിട്ടുള്ള നിങ്ങൾ കൊടുക്കുവാനായിട്ടും തയ്യാറായിട്ട് നിങ്ങൾ അറിയിക്കുക. അപ്പോൾ നമ്മൾ കേസുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം എന്ന് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ടീച്ചറും കുട്ടികളും ഞാനും പിരിഞ്ഞത്. ആ സമയത്ത് ഈ 4 കുട്ടികളും പോലീസ് സ്റ്റേഷനിൽ ഉണ്ട്. മാതാപിതാക്കളെ വിളിക്കും എന്നാണ് ആ സമയത്ത് എന്നോട് സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞത്. അപ്പോൾ വണ്ടിയിൽ ഡോൺ ബോസ്കോയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഈ കുട്ടികളോടും ടീച്ചേഴ്സിനോടും പറഞ്ഞത്, ഇത് മാതാപിതാക്കളുമായിട്ട് സംസാരിച്ചിട്ട് അവരുടെ തീരുമാനം എന്താണ്, പരാതി കൊടുക്കാനായിട്ട് ആര് മുന്നോട്ട് വരും, അല്ലെങ്കിൽ മൊഴി കൊടുക്കാനായിട്ട് ഉള്ള സമ്മതം വാങ്ങിക്കുക, എന്നിട്ട് അറിയിക്കുക. തുടർന്ന് മാതാപിതാക്കൾ ഈ വിഷയം അറിഞ്ഞപ്പോൾ എല്ലാവരും പരിഭ്രാന്തിയിലായിരുന്നു, സ്വാഭാവികം. അങ്ങനെ ആ വൈകാരിക വിക്ഷോഭത്തിൻ്റെ പ്രകടനം മാതാപിതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പല രീതിയിൽ വോയിസായിട്ടും മെസ്സേജുമായിട്ട് വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെൻറ്റിലുള്ള ഞങ്ങൾ
അധ്യാപകരുമായിട്ട് സംസാരിച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ 11 മണിക്ക്, അതായത് വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ തീരുമാനിച്ചു. ഏകദേശം എല്ലാ മാതാപിതാക്കളും ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. ആ മീറ്റിങ്ങിൽ വെച്ച് എല്ലാവരും ഉന്നയിച്ച ചോദ്യം ഇതായിരുന്നു: എന്തുകൊണ്ട് പ്രിൻസിപ്പൽ കൊടുത്ത പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തില്ല? അതിന് മറുപടിയായിട്ട് പ്രിൻസിപ്പൽ കൊടുക്കുന്ന കേസിന് കോടതിയിൽ പരിഗണന കിട്ടാനായിട്ട് പരിമിതമായ സാധ്യതകളേ ഉള്ളൂ. ഒന്നാമത്തെ കാരണം, ഇരകൾ തന്നെ പരാതി കൊടുത്തെങ്കിൽ മാത്രമേ ഈ ക്രൈം ചെയ്ത കുട്ടികൾക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് പിറ്റേ ദിവസം അല്ലെങ്കിൽ എത്രയും വേഗം മൊഴി കൊടുക്കുവാനായിട്ട് തയ്യാറായിട്ട് വരുവാനായിട്ട് സർക്കിൾ ഇൻസ്പെക്ടർ ആവശ്യപ്പെട്ടത് എന്ന വിശദീകരണം ഞാൻ കൊടുത്തിട്ട് മാതാപിതാക്കൾക്ക് ബോധ്യപ്പെടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പോലീസ് സ്റ്റേഷനിൽ തന്നെ നമുക്ക് ഒരുമിച്ച് പോകാം. നിങ്ങൾ കുട്ടികളും മാതാപിതാക്കളും പോലീസ് സ്റ്റേഷനിലേക്ക് വരിക. ഞാനും മാനേജറായിട്ടുള്ള ഫാദർ ജോയി ഉള്ളാട്ടിലും പോലീസ് സ്റ്റേഷനിലുണ്ടാവും. അങ്ങനെ ഉടൻ തന്നെ ഇവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ വെച്ച് സർക്കിൾ ഇൻസ്പെക്ടർ ഞാൻ എന്താണോ വിശദീകരിച്ചത് അത് അതേപോലെ തന്നെ ആവർത്തിക്കുകയാണ് ചെയ്തത്. നിയമപരമായിട്ട് പോകുവാനായിട്ട് പ്രിൻസിപ്പളിൻ്റെ ആ പരാതി അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ട് പ്രയോജനമില്ല. അതുകൊണ്ട് ഇരകളായിട്ടുള്ള നിങ്ങൾ തന്നെ കേസ് ഫയൽ ചെയ്യണം. മാത്രമല്ല, മൊഴി കൊടുക്കാനായിട്ട് തയ്യാറാവണം. നിർഭാഗ്യവശാൽ സ്വാഭാവികമായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യാഘാതങ്ങളെ പറ്റിയുള്ള പേടി കൊണ്ടാവാം, ആശങ്കകൾ കൊണ്ടാവാം, കുട്ടികളുടെ മാതാപിതാക്കളോ പരാതി കൊടുക്കുവാനായിട്ട് തയ്യാറായില്ല. മൊഴി കൊടുക്കുന്ന കാര്യത്തിലും പലരും വിമുഖത കാണിച്ചു. ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ മറ്റൊരു പോംവഴിയുമില്ല എന്ന് മനസ്സിലാക്കിയ ഞാൻ സർക്കിൾ ഇൻസ്പെക്ടറിനോട് പറഞ്ഞു, പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഞാൻ വീണ്ടും പരാതി തരാനായിട്ട് തയ്യാറാണ്, മൊഴി തരാനായിട്ട് ഞാൻ തയ്യാറാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ മൊഴിയായിട്ട് തരാം. അത് എല്ലാവരും അംഗീകരിച്ചു. മാതാപിതാക്കളും പിന്നെ ഇരകളാരും പരാതി കൊടുക്കുവാനായിട്ട് തയ്യാറാകാത്തതുകൊണ്ട് ആ പ്രൊസീജിയർ ഫോളോ ചെയ്യുവാനായിട്ട് തീരുമാനം എടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മൊഴി കൊടുക്കുമ്പോൾ ആരുടെയൊക്കെ ഫോട്ടോകൾ ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്ന് അതിന് FIR-ൽ വരേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് മൊബൈൽ വീണ്ടും പരിശോധിച്ചു. ആ പരിശോധിച്ചത് കുട്ടികളറിയാവുന്ന അധ്യാപകരും അതോടൊപ്പം തന്നെ ഈ കുട്ടികളുടെ പ്രതിനിധികളുമാണ്. അവർ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. ഈ കോളേജിൽ പഠിക്കുന്ന അവർക്കറിയാവുന്ന ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ആരൊക്കെയാണോ ഈ ഇവൻ്റെ ഗാലറിയിൽ ആ മൊബൈൽ ഫോണിൽ ഫോട്ടോഗ്രാഫ്സ് ആരുടെയൊക്കെയാണോ മോർഫ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് മുഴുവനും അവിടെ ലിസ്റ്റാക്കിയിട്ട് കൈമാറുവാനായിട്ട് ആവശ്യപ്പെട്ടു. ആ ലിസ്റ്റ് CIക്ക് കൈമാറി. ആ ലിസ്റ്റ് എനിക്ക് തന്നു. കാരണം ഈ കോളേജിലുള്ള കുട്ടികളെല്ലാം എനിക്കറിയാം, പേരടക്കം എനിക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ഈ ലിസ്റ്റിൻ്റെ അകത്ത് 43 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 43 പേരിൽ കുറേ കുട്ടികൾ ഇവിടെ നിന്ന് പഠിച്ചു പോയിട്ടുള്ളവരാണ്. കുറച്ച് പേർ ഇവിടെ നിന്നും പഠിപ്പിച്ചു പോയിട്ടുള്ള അധ്യാപികമാരാണ്. കുറച്ച് പേർ ഇതേ ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളാണ്. അതല്ലാതെ തന്നെ മറ്റ് ക്ലാസ്സുകളിലുള്ള ഏതാനും കുട്ടികളുടെ ഫോട്ടോഗ്രാഫ് കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി പോയിട്ടുള്ളവരുടെ അതോടൊപ്പം തന്നെ അധ്യാപകരുടെ അവിടെ ഞാൻ കട്ട് ചെയ്യെല്ലാം ഇൻഡു മാർക്ക് ഇട്ടിട്ട് ഇപ്പോൾ കോളേജിലുള്ളവരുടെ ലിസ്റ്റെല്ലാം ടിക്ക് ചെയ്ത് അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ അവിടെ സന്നിഹിതരായിട്ടുള്ള ആരൊക്കെയുണ്ട് എന്ന് അവിടുന്ന് ചെക്ക് ചെയ്യിപ്പിച്ച് 15 കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. 15 കുട്ടികൾ. ആ 15 കുട്ടികളുടെ ഫോട്ടോ അവർ തന്നെ കണ്ടതാണ്. അപ്പോൾ അവർ വന്ന് ഈ മൊഴിയുടെ ഭാഗമായിട്ട് അവരുടെ പേര് തന്നു. പക്ഷേ FIR-ൽ ഇവരുടെ അഡ്രസ്സ് കൊടുത്തിട്ടില്ല. കാരണം അവരെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെ. പക്ഷേ മൊഴി ഞാൻ കൊടുത്തപ്പോൾ ആരുടെയൊക്കെ ഫോട്ടോഗ്രാഫ്സ് ഉണ്ട് എന്ന് കൊടുത്തെങ്കിൽ മാത്രമേ ആ കേസിന് വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. ആ രീതിയിൽ FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടു.
FIR രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കൊടുത്ത മൊഴി മാതാപിതാക്കളുടെ പ്രതിനിധികൾക്കും അധ്യാപകർക്കും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിനികളുടെ പ്രതിനിധികൾക്കുമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ റൂമിൽ വെച്ച് വായിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവർ ഞാൻ കൊടുത്ത മൊഴിയിൽ സംതൃപ്തരായിരുന്നു. FIRുമായിട്ട് പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിച്ച സ്ഥിതിക്ക് പേരൻസ് അവിടെ നിന്നും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിരിഞ്ഞുപോയി. തുടർന്ന് പിറ്റേ ദിവസം രാവിലെ വെള്ളിയാഴ്ച ഏകദേശം 9:30 മണിയായപ്പോൾ ഒന്നാം പ്രതിയായിട്ടുള്ള മുഹമ്മദ് ഷാൻ പോലീസ് സ്റ്റേഷനിൽ സ്വമേധയാ ഹാജരായ സമയത്ത് സർക്കിൾ ഇൻസ്പെക്ടർ അതിൻ്റെ ഭാഗമായിട്ട് പരാതിക്കാരനായിട്ടുള്ള ഞാൻ അവിടെ പോയി പ്രതിയെ ഐഡൻറ്റിഫൈ ചെയ്ത് സൈൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു നിബന്ധനയുണ്ട്. കാരണം പരാതിക്കാരൻ ഞാൻ മാത്രമാണ്. ഞാൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി ഷാനെ ഐഡൻറ്റിഫൈ ചെയ്ത് സൈൻ ചെയ്തു. ഒപ്പം തന്നെ വീണ്ടും ഒരു മൊഴി എന്നിൽ നിന്ന് സർക്കിൾ ഇൻസ്പെക്ടർ വിനോയ് സാർ എടുത്തു. ആ മൊഴിയിൽ 3 പേർ മാത്രമല്ല 4ാമത് ഒരാൾ കൂടി ഉണ്ട് എന്ന് ഞാൻ മൊഴിയിൽ രേഖപ്പെടുത്തി. അത് അമൽ കുര്യാക്കോസാണ്. അമൽ കുര്യാക്കോസ് എങ്ങനെ ഇതിൻ്റെ ഭാഗമായി ഈ മൊബൈൽ ഫോണിന് ഷാൻ്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ പോലീസ് അതോടൊപ്പം തന്നെ ടീച്ചേഴ്സ് സ്റ്റുഡൻസ് പരിശോധിച്ചപ്പോൾ ഈ മോർഫ്ഡ് ഫോട്ടോഗ്രാഫ് തരൂ എന്നുള്ള റിക്വസ്റ്റ് ചോദിച്ചതായും ആ ഫോട്ടോസ് അയച്ചു കൊടുത്തതായിട്ടും ഇവൻ കണ്ടതായിട്ടും മൊബൈൽ ഫോണിൽ തെളിവുണ്ട്. അത് ഒന്നുകൂടെ ഷാനിൻ്റെ അടുത്ത് അവിടെ പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ചെയ്ത ഷാനിനോട് ഒന്ന് വെരിഫൈ ചെയ്യണമെന്ന് സർക്കിൾ ഇൻസ്പെക്ടറോട് ഞാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ വീണ്ടും അവിടെ നിന്ന് മാറി ഈ ഷാനിനെ ക്വസ്റ്റ്യൻ ചെയ്ത് അത് ഉറപ്പുവരുത്തി. അത് ശരിയാണ്, ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്, അവൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അമൽ കുര്യാക്കോസിനെയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ മൊഴിയിൽ ആവശ്യപ്പെട്ടു. അതിനുശേഷം അപ്പം കേസിൻ്റെ വഴിക്ക് യാതൊരു രീതിയിലുള്ള പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതെ ഒരു പ്രിൻസിപ്പൾ എന്ന നിലയിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഉറപ്പുവരുത്തിയതിന് ശേഷം കോളേജ് ലെവലിൽ ഈ കുട്ടികൾക്കെതിരെ ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു വീഴ്ച, ഒരു തെറ്റ് ഇവിടെ ഭാഗത്തുനിന്നുണ്ടായതിനാൽ ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണം എന്നുള്ള ഉറച്ച തീരുമാനത്തോടുകൂടി മാനേജ്മെൻറ്റും അതോടൊപ്പം തന്നെ ഇവിടുത്തെ അച്ചടക്ക സമിതിയും തീരുമാനമെടുത്തു. ഒന്നാമതായി ചെയ്യേണ്ടത് സസ്പെൻഷനാണ്. ഡിസ്മിസലാണ് ചെയ്യേണ്ടത്. ഡിസ്മിസൽ ചെയ്യാനായിട്ട് ഒരു നടപടിക്രമം പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഒരു അന്വേഷണ സമിതിയെ നിയമിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അന്വേഷണ സമിതിയെ നിയമിച്ചു. അതിൻ്റെ അധ്യക്ഷയായിട്ട് ഈ കോളേജിൽ ബിസിനസ് ലോ പഠിപ്പിക്കുന്ന ഒരു പ്രാക്ടീസിങ് ലോയറുണ്ട്. ഇവിടെ പാർട്ട് ടൈം ടീച്ചറായിട്ട് ജോലി ചെയ്യുന്ന അയ്യങ്കുന്ന് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന അഡ്വക്കേറ്റ് ഷീജ സെബാസ്റ്റ്യൻ അധ്യക്ഷയായിട്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അതിൻ്റെ തുടക്കം മുതൽ അറിയാവുന്ന അവിടെ ക്ലാസ് ടീച്ചറായിട്ടുള്ള ശ്രീഷ്മ മിസ്സ്, മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവിയായിട്ടുള്ള രജീഷ മിസ്സ്, ഒപ്പം PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള വൈസ് പ്രസിഡൻറ്റ് ഉൾപ്പെടെയുള്ള മഞ്ജു മാഡം ഉൾപ്പെടെയുള്ള 4 പേർ മാതാപിതാക്കളുടെ പ്രതിനിധികൾ. ഇവർ ഇവിടെ വന്ന് ബന്ധപ്പെട്ട കുട്ടികളുമായിട്ടും അതോടൊപ്പം തന്നെ ചില മാതാപിതാക്കൾ BSWയിലെ ഇരകളായിട്ടുള്ള അതിജീവിതകളായിട്ട് ഇപ്പോൾ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളെയും അതോടൊപ്പം തന്നെ മാതാപിതാക്കളെയും കണ്ട് സംസാരിച്ച് ആധികാരികമായിട്ടുള്ള റിപ്പോർട്ട് വെള്ളിയാഴ്ച വൈകുന്നേരം എനിക്ക് കൈമാറി. തുടർന്ന് ശനിയാഴ്ച രാവിലെ 10:30 മണിക്ക് PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് ഈ കോളേജിലെ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു. ആ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങിൽ എൻക്വയറി കമ്മിറ്റി അംഗങ്ങളും ഉണ്ടായിരുന്നു. ആദ്യം ഈ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട് തുടക്കം മുതൽ ആ നിമിഷം വരെയുള്ള കാര്യങ്ങൾ പ്രിൻസിപ്പൽ നിലയിൽ വിശദീകരിച്ചതിന് ശേഷം എൻക്വയറി കമ്മിറ്റി റിപ്പോർട്ട്
അവതരിപ്പിച്ചു. തുടർന്ന് ശിക്ഷാ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് മുൻപ് ആരോപണ വിധേയരായിട്ടുള്ളവരുടെ ഭാഷ്യം കേൾക്കുവാനായിട്ടുള്ള ധാർമ്മിക ബാധ്യത ഉണ്ട് എന്നുള്ള തിരിച്ചറിവിൽ ഈ 4 പ്രതികളുടെയും മാതാപിതാക്കളെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെ ഓരോരുത്തരെ 4 പ്രതികളിൽ ഒന്നാമത്തെ ആൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 3 പേർ അറസ്റ്റ് ചെയ്തിട്ടില്ല, ഒളിവിലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയത്തില്ലാത്തതുകൊണ്ട് മാതാപിതാക്കളാണ് വന്നത്. മാതാപിതാക്കളിൽ ആയിട്ട് സംസാരിച്ചു. അവർ മകൻ ചെയ്തത് ഏറ്റവും ഗൗരവമായിട്ടുള്ള തെറ്റാണെന്ന് അവർ എല്ലാവരുടെയും മുമ്പിൽ അംഗീകരിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് മാപ്പ് ചോദിച്ചു. ഏത് ശിക്ഷയും സ്വീകരിക്കുവാനായിട്ട് സജ്ജരാണ് എന്ന് അവിടെ വെച്ച് എല്ലാവരുടെ മുമ്പിൽ വെച്ച് വളരെ ദയനീയമായിട്ട് അവർ മാപ്പ് ചോദിച്ചുകൊണ്ട് ശിക്ഷാ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുവാൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. ഇതിൻ്റെ ഭാഗമായിട്ട് തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഈ കോളേജിലെ വിദ്യാർത്ഥികളുടെ നിലപാട്, അവരുടെ ആശങ്കകൾ, അവരുടെ മറ്റ് സംശയങ്ങൾ ഇതെല്ലാം ദൂരീകരിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം കൂടി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായതിനാൽ കോളേജ് യൂണിയൻ ലീഡേഴ്സിനെ എല്ലാവരെയും നമ്മൾ ഈ മീറ്റിങ്ങിലേക്ക് കൊണ്ടുവന്ന് ഒരിക്കൽ കൂടി കാര്യങ്ങളെല്ലാം അതിൻ്റെ എല്ലാ വിശദാംശങ്ങളോടും കൂടിയിട്ട് അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരുടെ സംശയങ്ങളും ഈ കോളേജിലുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും എന്തെല്ലാം ആശങ്കകളാണോ അതൊക്കെ പങ്കുവയ്ക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അവർക്ക് അവിടെ കൊടുക്കുകയും അവർക്ക് ശിക്ഷയുടെ കാര്യത്തിൽ ഏറ്റവും വലിയ ശിക്ഷ എന്താണ് അവർ കുട്ടികൾ എന്ന നിലയിൽ ആവശ്യപ്പെടുന്നതെന്ന് അവരോട് തന്നെ നമ്മൾ അന്വേഷിക്കുകയും ചെയ്തു. അവർ പറഞ്ഞത് ഡിസ്മിസൽ. അത് മാത്രം പോരാ, ഈ പരീക്ഷ എഴുതുവാനായിട്ട് അവരെ അനുവദിക്കരുത്. അതുതന്നെയായിരുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും അതോടൊപ്പം തന്നെ എൻക്വയറി കമ്മിറ്റിയുടെയും മാനേജ്മെൻറ്റിൻ്റെയും നിലപാട്. അങ്ങനെ ഒരേ ശബ്ദത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ അവിടെ ഐക്യകണ്ഠേന തീരുമാനമെടുത്തു. ഈ 4 കുട്ടികളെയും ഡിസ്മിസൽ ലെറ്റർ കൊടുത്ത് അവിടെ സർട്ടിഫിക്കറ്റുകൾ ഇന്ന് തന്നെ പേരൻസിൻ്റെ അടുത്ത് തന്നെ കൊടുത്തുവിടുക. അങ്ങനെ ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഈ 4 കുട്ടികളുടെയും പേരൻസിനെ കണ്ട് തുടർന്നുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് ഡിസ്മിസൽ ഓർഡറും അവരുടെ സർട്ടിഫിക്കറ്റും കൈമാറുകയും ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോളേജിൻ്റെ ഭാഗത്തു നിന്ന് കോളേജിൻ്റെ റെപ്യൂട്ടേഷനേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുത്തത് കുട്ടികളുടെ സുരക്ഷയാണ്. ഈ കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ പരാതി കൊടുത്തു. മൊഴി കൊടുക്കാനായിട്ട് ആരും മുന്നോട്ട് വരാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിൽ ആയതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ ടീച്ചേഴ്സിനെ കൊണ്ട് നമ്മൾ പെൺകുട്ടികളുടെ മാത്രമായിട്ടുള്ള മീറ്റിംഗ് വെള്ളിയാഴ്ച നടത്തി. എന്നിട്ട് അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുവാനായിട്ടും അവിടെ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന അവർക്ക് അനിവാര്യമായിട്ടുള്ള മാനസിക പിൻബലം കൊടുക്കുവാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ഇവിടെ അഡ്വക്കേറ്റ് ഷീജ സെബാസ്റ്റ്യനും അതോടൊപ്പം തന്നെ രജീഷ മിസ്സും പെൺകുട്ടികളെ ബാച്ചുകളായിട്ട് കണ്ടിട്ട് നിങ്ങൾ ഒരു രീതിയിലും ആശങ്കപ്പെടരുത്, നിങ്ങളുടെ വിഷമം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മൊഴി കൊടുത്തിട്ട് മാക്സിമം ശിക്ഷ കൊടുക്കാനായിട്ട് മുന്നോട്ട് വരണം എന്നാവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും ഇതുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികളെയും അധ്യാപകരെയും പേഴ്സണലായിട്ട് വിളിച്ച് സംസാരിച്ച് ഒരു കോംപ്രമൈസിനും പോകരുത്, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മൊഴി കൊടുക്കണം എന്ന് പലവട്ടം ആവശ്യപ്പെട്ട് അവരെ ബോധ്യപ്പെടുത്തുകയും ഈ കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 10:30 മണിക്ക് ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട അതിജീവിതരുടെ മൊഴി പോലീസ് എടുത്തു. അത് അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രാഥമിക ഘട്ടത്തിൽ കിട്ടേണ്ട വിവരങ്ങളൊക്കെ ആധികാരികമായിട്ട് അതിജീവിതരിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടി. ഇങ്ങനെ കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ബാക്കിയുള്ള കുട്ടികളും അധ്യാപകരും മൊഴി കൊടുക്കുവാനായിട്ട് തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ബാക്കിയുള്ള കുട്ടികൾ മൊഴി കൊടുക്കുവാനായിട്ട് പോലീസിന് മുൻപിൽ ഏത് സമയത്തും
വന്ന് സംസാരിക്കാനായിട്ട് സജ്ജരാണ്.